ഈ ഒരു വീഡിയോ ആക്ച്വലി ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഇകോം ഷോ ഒരു പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് ആൻഡ് BTS എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു പോഡ്കാസ്റ്റിൽ A to Z എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള സംഭവം. ഇന്ന് നമ്മൾ വ്ളോഗായിട്ട് കാണിക്കാൻ പോവാം. ഇതുവരെ നമ്മുടെ പോഡ്കാസ്റ്റിന്റെ ഹിസ്റ്ററി നോക്കുകയാണെന്ന് വെച്ചാൽ ആഷിക് CS ഒപ്പമുള്ള ആ ഒരു പോഡ്കാസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആൾക്കാർ വന്ന് മറുപടി പറഞ്ഞതും അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ളത് പറഞ്ഞതും. ആൻഡ് അതിലാണ് നോർമൽ രണ്ടാൾക്കാർ ഇരുന്ന് സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് കാറിൽ മൂവ് ചെയ്തിട്ട് എങ്ങനെ കാറിലിരുന്ന് പോഡ്കാസ്റ്റ് ചെയ്യാമെന്ന് പരീക്ഷിച്ച് ആൻഡ് അത് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് നമ്മൾ അതിനും ഇതൊരു സാധനം വെക്കാൻ പോവാം. ആൻഡ് ഇതുവരെ കേരളത്തിൽ ആരും ഈ ഒരു രീതിയിൽ പോഡ്കാസ്റ്റ് ചെയ്തില്ല. ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ നോർമൽ രീതിയിൽ രണ്ടാളി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ആൻഡ് അതേപോലെ അതേ ടൈമിൽ കാറിലിരുന്ന് സംസാരിക്കുന്നുണ്ട് ആൻഡ് അതേപോലെ നടന്ന് ഔട്ട്ഡോർ ആയിട്ടും സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം കൂടി കേരളത്തിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്യാൻ പോവാം. ആൻഡ് അതുകൊണ്ട് തന്നെ അതിന്റെ എങ്ങനെയാണ് പ്രോസസ്സ് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് ഇപ്പോൾ നമ്മളുള്ളത് ഇകോം ഹൗസിലാണ്. ആൻഡ് നമ്മൾ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. ആൻഡ് ഇപ്പോൾ അവിടെ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് ഡാരിൻ ബ്രോ ഉണ്ട്, അതുപോലെ തന്നെ ദിലീപ് ബ്രോ ഉണ്ട് ആൻഡ് ഷാൻ ബ്രോ. ഹലോ, ഇന്നത്തെ പോഡ്കാസ്റ്റിനെ കുറിച്ച് അത്രേ ഉള്ളൂ. ആൻഡ് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെയാണ് കറൻ്റ്ലി. ആൻഡ് നമ്മൾ ഇനി ഇവിടുന്ന് മൂവ് ഓൺ ചെയ്യുമ്പോൾ കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മളങ്ങനെ ഫിലിമാറ്റിക്കൽ ഇരിക്കുകയാണ്. 2 ഗോപ്രോ റെൻ്റിന് എടുക്കാം. ഗോപ്രോ അല്ലേ? ഗോപ്രോ മാത്രമല്ലേ ഉള്ളൂ, വേറെ എന്തെങ്കിലും? നമ്മളങ്ങനെ ഗോപ്രോ കളക്ട് ചെയ്തു. തൊണ്ടയാട് ഓഫീസിൽ നിന്നാണ് നമ്മൾ കറന്റ് പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ക്യാമറ ഫിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും നമ്മൾ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ആദ്യമായി കാർ പോഡ്കാസ്റ്റ് ചെയ്ത വണ്ടിയാണ്. ഇതിലാണ് നമ്മൾ ഗോപ്രോ മൗണ്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള മൗണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്ലാസ്സിൽ ക്യാമറ വയ്ക്കുക. ഇതാണ് നമ്മുടെ കാർ പോഡ്കാസ്റ്റിന്റെ സെറ്റപ്പ് അല്ലേ ഡാരിൻ ബ്രോ? അത് ഒരു ഗോപ്രോ അവിടെ ഈ പാസഞ്ചറിന് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളെ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് അതേ സൈഡിൽ ഈ ഒരു സൈഡിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗോപ്രോ ഉണ്ടാവും, ഡ്രൈവർ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആളാരാണോ ആളെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് നമ്മൾ രണ്ടാളെയും കിട്ടാനായിട്ട് ചില ആംഗിൾ നോക്കിയാൽ മതി, രണ്ടാളും ഉണ്ടാവും. അതായത് ഒരു ക്യാമറ ബ്ലർ ആകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ക്യാമറ ഇതാകുമ്പോഴോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാതാണ്. ആൻഡ് അത് നമ്മൾ ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ വെച്ചിട്ട്, അതായത് സ്ക്രീനിൽ തന്നെ ഗ്ലാസ്സിൽ തന്നെ പക്ഷെ മൊബൈൽ ഹോൾഡർ വെച്ച് iPhone 17 നമ്മൾ അത് ഷൂട്ട് ചെയ്യുക. ആൻഡ് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ മുന്നത്തെ പോഡ്കാസ്റ്റ്, അതായത് മുന്നത്തെ കാർ പോഡ്കാസ്റ്റ് ഇപ്പോൾ തൊട്ട് മുന്നേ ചെയ്തത് മുർഷിദ് ബാൻഡറോസിൻ്റെ. അപ്പോൾ മുർഷിദ് ബാൻഡറോസിൻ്റെയും ആ ഒരു സെയിം സംഭവം നമ്മൾ യൂസ് ചെയ്തത്. രണ്ട് ഗോപ്രോ യൂസ് ചെയ്തു, അതുപോലെ തന്നെ ഒരു 17 Pro യൂസ് ചെയ്തു. ആൻഡ് ഇനി നമ്മുടെ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു. ആൻഡ് ഇനി നിയാൽ ബ്രോ അല്ലെങ്കിൽ ഇനി പോഡ്കാസ്റ്റ് തുടങ്ങാൻ ടൈമിലായിരിക്കും കൂടുതൽ വർക്കും കാര്യങ്ങളും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളെന്താ പറഞ്ഞ പാർട്ട് 2 അല്ല CS നമ്മുടെ കൂടെ നിയാൽഖാന്റെ കൂട്ടുകാരൻ, പേര് പറയൂ? ബച്ചു. അതുപോലെ ഫസ്റ്റ് നമ്മള് കുറച്ച് ഫണ്ട് സാധനം വന്നിട്ട് പിന്നെ പ്രീംപ്രോ വെച്ചാല് ഇവര് പാർട്ട് കഴിഞ്ഞിട്ട് പ്രീംപ്രോ വെക്കലാണ് പ്രശ്നം. അതായത് ഇത്ര കാറൊക്കെ ഓടിപ്പോയതിനു ശേഷം അവിടെ അത്ര ലെങ്ത് ഒരാൾ കാണൂല. ഞാൻ പറഞ്ഞത് ഇവരെ ടോക്ക് കഴിഞ്ഞിട്ടല്ലേ നമ്മളിപ്പോ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ആക്ച്വലി. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മെയിൻ ബിൽഡിംഗ് ആയിട്ടുള്ള ആഷിക് CS ഓഫീസിൽ നിന്ന് നമുക്കൊരു ജസ്റ്റ് ഒരു ഇൻട്രോ പരിപാടി ഉണ്ട്. ആൻഡ് അതാണ് നമ്മളിപ്പോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ബാക്കോട്ട്
നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ആക്ച്വലി. ഇതൊക്കെ ഷൂട്ടിങ്ങിലുള്ള തന്നെയാണ്. ആൻഡ് ഇവിടെ നിന്ന് ഇറങ്ങി ആൻഡ് സെറ്റാണ്. യെസ്, നമ്മളിപ്പോൾ ഇത് ഫുൾ സെറ്റായിട്ട് ആഷിക് സിയസിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. ആക്ച്വലി ഈ വണ്ടിയിൽ ഡാരിം ബ്രോയും ഞാനുമാണ്. ആൻഡ് ഡിഫൻഡറിൽ അവർ രണ്ടാളിരുന്നു, അതായത് ആഷിക് സാറും അതുപോലെ തന്നെ ഷാൻ ബ്രോയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അത് ഗോപ്രോ വെച്ച് ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. ആൻഡ് അറ്റ് സെയിം ടൈം നിങ്ങൾക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു ഇന്നോവ ഫ്രണ്ടിൽ പോകുന്ന കാണാം. ആൻഡ് ആ ഇന്നോവയിൽ നമ്മുടെ ടീമാണ്. ആൻഡ് പുറത്തുനിന്നുള്ള കുറച്ച് ഷോട്ട്സും, അതായത് ഹൈവേയിൽ ഡിഫൻഡർ പോകുന്ന കുറച്ച് ഷോട്ട്സും അതുപോലെ തന്നെ എൻട്രി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ടീം പോകുന്നുണ്ട്. ആൻഡ് യെസ്, നമ്മളങ്ങനെ സ്ഥലത്തെത്തി. ഷൂട്ട് ബാക്കി നടക്കുന്നത് ഇത് എവിടെയാണ്, സ്വദേശി റെസിഡൻസ്, അതായത് മെർമർ ഇറ്റാലിയുടെ ഫൗണ്ടറിൻ്റെ ഇവിടെ വെച്ചിട്ടാണ്, വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് നടക്കുന്നത് ബാക്കി. യെസ്, ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. സെറ്റല്ലേ സെറ്റാണോ കുടിച്ചടിക്കാൻ മതി. രാജു സാർ സെറ്റല്ലേ? കേരളം കത്തു. യെസ്, മഴ പെയ്തിട്ടില്ല. ഇതാണ് അവസ്ഥ. നിങ്ങൾക്ക് പറയണ്ടല്ലോ, നിങ്ങൾക്ക് പറയണ്ട. മഴ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ സംസാരിക്കുന്നില്ലേ? വൈറ്റ് ഹൗസിലെ ഒരു ഒബ്സെഷൻ. Back up. Right. Very good. Anyway, nice meeting. Come on. ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. രാജു സാർ, എന്താ അവസ്ഥ? ചത്ത് മുത്ത ചത്ത്. പരിപാടി കഴിഞ്ഞ് സെറ്റ്.